Hi friends, ഇത് കണ്ടിട്ടിപ്പോൾ നിങ്ങൾക്ക് പട്ടാപകലായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. നട്ടപ്പാതിരക്ക് കൂരിരുട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിലൊരു കിടിലൻ സാധനമുണ്ട്. കിടിലൻ എന്ന് പറഞ്ഞാൽ പോരാ, പൊള്ളി സാധനം. ഇങ്ങനെ നമ്മൾ ഒരുപാട് കണ്ടതാണെന്നൊക്കെ പറയാൻ വരട്ടെ. ഇതിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ ഇത് വേറെ ലെവൽ സാധനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് ഐറ്റം പരിചയപ്പെടാം. ഹമീദ് ഓർബിറ്റ് ആണ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ഞാൻ ഈ ലൈറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി പുറത്തിറങ്ങിയപ്പോൾ ഫാദർ ഉണ്ട് വേറൊരു ടോർച്ചും പിടിച്ചിട്ട് അവിടെ വേറെന്തോ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ഉണ്ടായി. ഇതിന്റെ ഒരു പ്രകാശവും സാധാരണ ഒരു ടോർച്ചിന്റെ പ്രകാശവും തമ്മിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി. സംഗതി എന്തായാലും ഇതിന്റെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇത് പല രീതിയിൽ കമ്പയർ ചെയ്ത് നിങ്ങളെ കാണിച്ചത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ലൈറ്റും പെർഫോമൻസും ഒക്കെ വിശദമായിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി ഈ ഉപകരണം ഒന്ന് പരിചയപ്പെടാം. അതിനായിട്ട് നമുക്ക് ഇതിന്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗിൽ തന്നെയാണ് ഈ ടോർച്ച് വന്നിരിക്കുന്നത്. ഇതിന്റെ പേര് നിങ്ങൾക്കിവിടെ കാണാം, സ്മാൾ സൺ. ഈ പേര് പോലെ തന്നെയാണ് ഇതിന്റെ പെർഫോമൻസ് എന്ന് നിങ്ങൾ നേരത്തെ കണ്ടതാണ്. ഇത് ചെറിയൊരു സൂര്യൻ തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിലെ നായകനായിട്ടുള്ള ടോർച്ച് ഉണ്ട്, പിന്നെ അതിന്റെ ചാർജർ ഉണ്ട്, പിന്നെ വേറൊരു കവറിനകത്തായിട്ട് ഒരുപാട് വസ്തുക്കൾ വേറെയും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ആ കവർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ആ കവറിനകത്ത് ഒരുപാട് ഐറ്റം നിങ്ങൾക്കിവിടെ കാണാം. അതിൽ ഞാൻ ആദ്യം പുറത്തേക്ക് എടുത്തിരിക്കുന്നത് ഒരു ഹാൻഡിലാണ്. അത് നമുക്ക് ഈ ടോർച്ചിൽ വെക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ്. അത് നമുക്ക് ടോർച്ച് കൊണ്ടു നടക്കുന്നതിന് വളരെ എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഇതിലുള്ളത്. ഇത് കീ ചെയിൻ പോലെ ഈ ടോർച്ചിൽ ഹാങ് ചെയ്ത് നമുക്ക് ടോർച്ച് ഹാങ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലുള്ളതാണ്. ഇത് അതിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു നെറ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് നമുക്ക് സ്പെയർ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഗ്ലാസ് ഇനി എന്തെങ്കിലും കാരണവശാൽ പൊട്ടിപ്പോയാൽ നമുക്ക് മാറ്റിയിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫ് ടോർച്ച് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റബ്ബർ സീലുകളാണ്. ആ ഗ്ലാസിൻ്റെ അവിടെ വെക്കുന്ന റബ്ബർ സീലുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ഇടുന്ന ഭാഗത്ത് ഉപയോഗിക്കുന്ന റബ്ബറിൻ്റെ ഭാഗമുണ്ട്. പിന്നെ സ്വിച്ചിൽ ഉപയോഗിക്കുന്ന റബ്ബറിൻ്റെ ഭാഗമുണ്ട്. അതെല്ലാം നമുക്ക് ഇതിൻ്റെ കൂടെ സ്പെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ടോർച്ചിന്റെ പുറകിലും സൈഡിലുമാണ് ഇതിന്റെ ബ്രാൻഡിങ് ഉള്ളത്. രണ്ട് സൈഡിലും സ്മാൾ സൺ എന്ന് എഴുതിയിട്ടുണ്ട്. ZYT170 ആണ് ഇതിന്റെ മോഡൽ നമ്പർ. പിന്നെ ഇതിന് രണ്ട് സ്വിച്ചുകളുണ്ട്. അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള LED ആണ് ഇതിൽ ലൈറ്റ് ബീമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്ന സ്പെയർ ഗ്ലാസ്, ഇതിലെ ഗ്ലാസ് പൊട്ടിപ്പോയാൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. അതുപോലെ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റബ്ബർ സീല്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു റബ്ബർ സീല് നമുക്ക് ഉപയോഗിക്കാനുള്ളത് അതിൻ്റെ ബാറ്ററി ഇടുന്ന ഭാഗത്താണ്. അത് നമുക്ക് ഇതുപോലെ അഴിച്ചെടുക്കാൻ പറ്റും. അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം, ആ രണ്ട് ഭാഗവും ചേരുന്ന സ്ഥലത്ത് ചെറിയൊരു റബ്ബർ സീലുണ്ട്. അത് ഉള്ളിലേക്ക് വെള്ളം കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് കേടായി കഴിഞ്ഞാൽ ഇതിൽ സ്പെയർ ആയിട്ട് ലഭിച്ചിരിക്കുന്നത് മാറ്റിയിട്ടാൽ മതി. പിന്നെ ഇനി നമുക്ക് ഇതിനകത്തുള്ള ബാറ്ററി ഒന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം, ഇതിനകത്തുള്ള ബാറ്ററി നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റും. അത് നല്ലൊരു ബാറ്ററി ഹോൾഡറിലാണ് വന്നിട്ടുള്ളത്. 3.7 വോൾട്ടിന്റെ ലിഥിയം അയൺ ബാറ്ററികൾ 4 എണ്ണമാണ് ഈ ബാറ്ററി ഹോൾഡറിലുള്ളത്. ഇവ നമുക്ക് ഓരോന്നും വേണമെങ്കിൽ ഊരിയെടുക്കാവുന്ന രീതിയിലാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ബാറ്ററികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലെ ചാർജ് തീരുമ്പോൾ നമുക്ക് മാറ്റിയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ ബാറ്ററി തന്നെ ചാർജ് ചെയ്തും ഉപയോഗിക്കാം. അതിനെല്ലാമുള്ള സംവിധാനങ്ങൾ ഇതിലുണ്ട്. ഇതിലെ പോസിറ്റീവും നെഗറ്റീവും നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ബാറ്ററി ഇടാൻ. അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററി ഹോൾഡറിനും ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ രണ്ട് ഭാഗത്തും ബാറ്ററിയുടെ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ടോർച്ചിൽ ഏത് രീതിയിലും ഇത് ഇൻസർട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇതിന്റെ ഒരു സൈഡിൽ ഇതുപോലെ വോൾട്ടേജ് കാണിക്കുന്നുണ്ട്, മറുഭാഗത്തും അതേപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇപ്പോൾ ഞാൻ ഈ ടോർച്ചിൽ ഇടുന്നത് പോലെ ഈ രീതിയിലും ബാറ്ററി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ നേരെ തിരിച്ച് ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെയും ബാറ്ററി ഇടാം. അതിനുശേഷം സാധാരണ പോലെ ടോർച്ചിലേക്ക് മുറുക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ ടോർച്ചിന്റെ അകത്തുള്ളത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ ഇതുപോലെ എപ്പോഴും ഈ ബാറ്ററി അയച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ബാറ്ററി മാറ്റിയിടേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം അയച്ചാൽ മതി. അല്ലെങ്കിൽ അതിലുള്ള റബ്ബറൊക്കെ കേടായിട്ട് വെള്ളം കിടക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ബാറ്ററി ഒക്കെ ഇട്ട് ടോർച്ച് പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഓരോന്നായിട്ട് നോക്കാം. ഇതിന്റെ പവർ അതൊരു രക്ഷയുമില്ല. ഇതിന്റെ മുകളിൽ തന്നെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം, വെരി ഹോട്ടാണ് എന്നുള്ളതിന്റെ സൂചനയായിട്ട്. ഇതിന്റെ ഇത്ര അടുത്ത് നമ്മൾ കൈ പിടിച്ചിട്ട് ഈ ടോർച്ച് ഓൺ ചെയ്താൽ തന്നെ കൈയിലേക്ക് നല്ല ചൂട് വരുന്നുണ്ട്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ബീമാണ് ഈ ടോർച്ചിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ ലൈറ്റ് പവർ 10,000 ലൂമൻ ആണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിലെ രണ്ട് ബട്ടണുകളുണ്ട്. അത് ഒന്ന് ലൈറ്റ് ഓൺ ചെയ്യാനുള്ളതും രണ്ടാമത് ഇപ്പോൾ ഞാൻ ഈ പ്രസ് ചെയ്യുന്നത് ഇതിന്റെ മോഡുകൾ മാറ്റാനുള്ളതാണ്.
ആദ്യം ഫുൾ ലൈറ്റിലും രണ്ടാമത് പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ പകുതി ലൈറ്റിലും മൂന്നാമത് ഇത് ഫ്ലാഷ് ലൈറ്റ് ആയിട്ടുമാണ് വർക്ക് ചെയ്യുക. ഇനി സ്വിച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുത്താൽ അവിടെ ഒരു ത്രെഡ് ഉള്ള ഭാഗം നിങ്ങൾക്കിവിടെ കാണാം. അത് നമുക്ക് ട്രൈപോഡിൽ മൗണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ത്രെഡാണ്. ട്രൈപോഡിൽ വേണമെങ്കിൽ ഇത് നമുക്ക് മൗണ്ട് ചെയ്ത് എവിടെയെങ്കിലും വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹാൻഡിൽ ഉറപ്പിക്കുന്നതും അതേ ത്രെഡിൽ തന്നെയാണ്. ഈ ഹാൻഡിലും അതിന്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന നെട്ടും ഉപയോഗിച്ചിട്ട് ഈ ടോർച്ച് ഇതുപോലെ സെർച്ച് ലൈറ്റ് പോലെ നമുക്ക് കൊണ്ടു നടക്കാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ടോർച്ചും ഇതിന്റെ ഹാൻഡിലും എല്ലാം ലോഹനിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം 1 കിലോയോളം ഇത് ഭാരം വരുന്നുണ്ട്. ഞാനിത് തൂക്കി നോക്കിയിട്ടൊന്നുമില്ല, ഏകദേശം പറഞ്ഞതാണ്. എന്തായാലും അത്യാവശ്യം നല്ല കട്ടിയും കനവും ഒക്കെയുള്ള നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ടോർച്ച് തന്നെയാണിത്. ഇത് നമ്മളിതുവരെ സായിപ്പന്മാരുടെ വീഡിയോയിലൊക്കെ ഇത്തരത്തിൽ പവറുള്ള ടോർച്ചുകളൊക്കെ കണ്ടിരുന്നുള്ളൂ. അതേതായാലും ഇപ്പോൾ നമ്മുടെ കയ്യിലും കിട്ടിയിരിക്കുകയാണ്. ഹാൻഡിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഈ നെട്ട് മാത്രം ഇതുപോലെ ഇവിടെ മുറുക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഈ വള്ളി ഇതുപോലെ കൊളുത്തി വെക്കാൻ പറ്റും. അത് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തൂക്കി പിടിച്ച് കൊണ്ട് നടക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വേണമെങ്കിൽ കൊളുത്തി ഇടാം. ഇനി ഇത് രണ്ടും ആവശ്യമില്ലെങ്കിൽ ഇതെല്ലാം അഴിച്ചു വെച്ചിട്ട് സാധാരണ ടോർച്ച് പോലെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയിരിക്കുന്നത് ഈ സ്വിച്ചിന് മുകളിലുള്ള റബ്ബറാണ്. അത് ഒരുപാട് ഉപയോഗിക്കുമ്പോൾ തേഞ്ഞ് വെള്ളമൊക്കെ കടക്കാൻ സാധ്യത വന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയിടാവുന്നതാണ്. അതിന് മുകളിൽ തന്നെ 4 സ്ക്രൂകളുണ്ട്. അത് അഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് കിട്ടും. ആ പ്ലേറ്റിന്റെ അടിയിലായിട്ടാണ് ഈ റബ്ബർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് മാറ്റിയിടാവുന്നതാണ്. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 4.2 വോൾട്ടിന്റെ ലിഥിയം അയൺ ബാറ്ററിക്കുള്ള ഒരു ചാർജറാണ്. അത് സാധാരണ DC പിന്നാണ് അതിലുള്ളത്. 600 മില്ലി ആംപിയറിന്റെ ചാർജറാണ് ഇതിന്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ചാർജർ കണക്ട് ചെയ്യുന്ന ഭാഗം നിങ്ങൾക്കിവിടെ കാണാം. നല്ല ക്വാളിറ്റിയുള്ള ഗോൾഡ് പ്ലേറ്റഡ് DC സോക്കറ്റ് തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ചാർജർ ഇതുപോലെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ചാർജർ ടോർച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതിലൊരു ഗ്രീൻ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു റെഡ് ഇൻഡിക്കേറ്റർ കൂടി ചാർജറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാർജിങ് നടക്കുമ്പോൾ ഇതിൽ റെഡ് ഇൻഡിക്കേറ്ററും, ഇത് ഫുള്ളായി കഴിഞ്ഞാൽ റെഡ് ഇൻഡിക്കേറ്റർ ഓഫായിട്ട് ഈ ഗ്രീൻ ഇൻഡിക്കേറ്റർ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചാർജിങ് നിർത്താവുന്നതാണ്. എത്ര വലിയ കള്ളനും ഒളിക്കാൻ പറ്റാത്ത രീതിയിൽ രാത്രിയെ പകലാക്കുന്ന ഈ കിടിലൻ ലൈറ്റ് വിവിധ മോഡലുകളിൽ ഇപ്പോൾ ലഭ്യമാണ്. എൻ്റെ കയ്യിലിരിക്കുന്നതിന് ഞാൻ വാങ്ങുമ്പോൾ 3800 രൂപയാണ് വില വന്നിട്ടുള്ളത്. ഇതിപ്പോൾ വില കുറഞ്ഞ് നല്ല ഓഫറിൽ ലഭ്യമാണ്. ഇതിന്റെ വിവിധ മോഡലുകളുടെ ഇപ്പോഴത്തെ വില അറിയുന്നതിനും കൊറിയർ ലഭിക്കുന്നതിനുമെല്ലാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. 2 കിലോമീറ്റർ വരെ വെളിച്ചം കിട്ടുന്ന ഇതുപോലത്തെ ടോർച്ചുകളെ കുറിച്ചും വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ടോർച്ചുകളെ കുറിച്ചും ഹെഡ്ലൈറ്റുകളെ കുറിച്ചും എല്ലാം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവയെല്ലാം കാണുന്നതിനും ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്